ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മീ ജസ്ന. ഇത് എൻ്റെ പുതിയ ചാനലാണ്. സിനിമ റിവ്യൂസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഏത് സിനിമ എടുത്ത് ഞാൻ അത്യാവശ്യം സിനിമ കാണുന്ന ഒരാളാണ്. അപ്പം എനിക്ക് സിനിമ ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഏത് സിനിമ എടുത്തിട്ട് അതിൻ്റെ കഥ പറയാമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഈയിടെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചില്ലേ, അപ്പം റാണി മുഖർജിക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത പടം മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. ഇത് ശരിക്കും 2023 നെറ്റ്ഫ്ലിക്സിൽ വന്ന സിനിമ. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. കാരണം കുറച്ചുകൂടെ മദേഴ്സ് ആയിട്ടുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഫീല്, ആ പെയിന് എല്ലാം കിട്ടുന്ന ഒരു പടം. ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ ഇപ്പൊ പുറത്ത് ദുബായിലാണ് ജീവിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ റിലേറ്റബിളാണ്. ഇപ്പൊ ഇവിടെയൊക്കെ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു മൈൻഡിലൊക്കെ വന്നു. അപ്പൊ ഇതിന്റെ കഥയെന്ന് പറയുന്നത്, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്മയുടെ കഥയാണ്. അപ്പൊ ഇതില് ആ റോള് പ്ലേ ചെയ്യുന്ന ദേബിക എന്നുള്ള റോള് പ്ലേ ചെയ്യുന്നതാണ് റാണി മുഖർജി. റാണി മുഖർജിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്, അനിരുദ്ധ്. പിന്നെ ഇവർക്ക് 2 മക്കളാണ്, സുജിയും ഷുബ് മൂത്ത കുട്ടി ആൺകുട്ടി, സുജി 5 മാസമായ പെൺകുട്ടി. ഇങ്ങനെയാണ് കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. ഇതിൽ തുടക്കത്തിൽ തന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ, ഇവർ നോർവേ സെറ്റിൽഡ് ഫാമിലിയാണ്. അപ്പൊ ഇവരുടെ കുഞ്ഞുങ്ങളെ ഒരു ഫോറിനേഴ്സ് വന്ന് എടുത്തോണ്ട് പോയിട്ട് റാണി മുഖർജി അവരുടെ കാറിന് പുറകിൽ ഓടുന്ന സീനാണ് ഫസ്റ്റ് സീൻ തന്നെ. അപ്പൊ നമുക്കൊന്നും മനസ്സിലാകത്തില്ല ഇത് എന്നാണ്. പിന്നെയാണ് ഒരു സ്റ്റോറി കാണിക്കുന്നത്. ഇത് ശരിക്കും അവിടുത്തെ വെൽഫെയർ എന്ന് പറഞ്ഞ ചൈൽഡ് വെൽഫെയറിന്റെ ഒരു സൊസൈറ്റിയാണ്. ഇവര് ഇങ്ങനെ കിഡ്സിനെയൊക്കെ ഇവിടെ ഇവരുടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആണെന്ന്, അതായത് അവർ സേഫ് ആണെന്ന് നോർവേയിൽ അവർക്ക് കൺഫേം ചെയ്യണം. അപ്പൊ ഇവര് ഇങ്ങനെ ഇമിഗ്രന്റ് ഫാമിലീസിൽ വന്നിട്ട് ഇവരുടെ സർവേ നോക്കിയിട്ട് ഇവര് സേഫ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോകും. അപ്പൊ ഇങ്ങനെ റാണി മുഖർജിയുടെ, അതായത് ഡെബികയുടെ ഫാമിലിയിൽ ഇവര് വന്നിട്ട് ഒരു 10 വീക്സ് സർവേയോളം നടത്തി. അപ്പൊ ഇവർക്ക് ഫീൽ ചെയ്തത് ഈ പിള്ളേർ ഇവിടെ സേഫ് അല്ല. അപ്പൊ ഇവരെന്ത് ചെയ്ത് ഇവരുടെ ഫോസ്റ്റർ സിസ്റ്റത്തിലേക്ക് മാറ്റിയവരെ അതിനെടുത്തോണ്ട് പോകുന്നതാണ് ഫസ്റ്റ് സീൻ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇത് ഇവർക്ക് സേഫ് അല്ലെന്ന് തോന്നാനായിട്ട് കുറെ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ റാണി മുഖർജി കൈ വെച്ച് പിള്ളേരെ ഫീഡ് ചെയ്യുന്നു, പിന്നെ പിള്ളേരെ കൂടെ കിടത്തുന്നു, പിന്നെ ലൈക്ക് നമ്മൾ ഇന്ത്യൻ കൾച്ചർ എന്താണോ അതൊന്നും അവർക്ക് അക്സെപ്റ്റബിൾ അല്ല. അവർക്ക് കൈവച്ച് ഫീഡ് ചെയ്യുന്നോ കൂടെ കിടത്തുന്നോ ഒന്നും ഒരു ഹെൽത്തി ആയിട്ടോ പിള്ളേരെ സേഫ്റ്റിക്ക് ഓക്കെ ആണെന്നൊന്നും തോന്നിയില്ല. അപ്പൊ ഇവർ ഈ റീസൺസ് പറഞ്ഞിട്ടാണ് ഇവരെ ഫോസ്റ്റർ ഹോമിലേക്ക് മാറ്റുന്നത്. ഇതിൽ ശരിക്കും എന്നിട്ട് റാണി മുഖർജി തകർന്നു പോയി. ഇപ്പൊ നമുക്ക് അമ്മമാർക്കായിട്ടുള്ളവർക്ക് അറിയാലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്നൊരു വേറൊരു ഗവൺമെന്റ് വന്ന് ഏറ്റെടുത്തോണ്ട് പോകുന്നത്. അപ്പം റാണി മുഖർജി ഹസ്ബൻഡും കേസിന് പോകും. അപ്പൊ ഇതില് ഗവൺമെന്റ് വക്കീൽ തന്നെ ആദ്യം വരുന്നത്. എന്നിട്ട് ഇവരൊരു കമ്മിറ്റിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. എന്നിട്ട് പ്രസന്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഇവർക്ക് തന്നെ വിട്ടുകൊടുക്കാൻ പറയും. പക്ഷേ അന്നേരം എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വെൽഫെയർ സൊസൈറ്റി, അതായത് പിള്ളേരെ പിടിച്ചോണ്ട് പോയവര് വീണ്ടും എന്തോ പുതിയ എവിഡൻസ് കൊണ്ടുവന്ന് ഇവർക്കെതിരായെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ വീണ്ടും തിരിച്ച് വെൽഫെയർ സൊസൈറ്റിക്ക് കൊടുക്കും. അപ്പൊ റാണി മുഖർജിക്ക് കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ റാണി മുഖർജിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാല് ഈ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിലൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല. പുള്ളിയുടെ ജോലി സിറ്റിസൺഷിപ്പ് അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പോൾ ഇതൊക്കെ ഈ കേസിന്റെ ഒരു ഇതുണ്ട്. കാരണം ഹസ്ബൻഡ് വൈഫും തമ്മിൽ ഒരു ഹെൽത്തി റിലേഷൻ അല്ല. അപ്പൊ അവർക്ക് പിള്ളേരെ നോക്കാൻ അതുകൊണ്ട് അവർ ഏബിൾ അല്ല എന്നാണ് ഈ സൊസൈറ്റി പറയുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഈ കേസ് വേറെ അവിടുത്തെ ഒരു സുപ്രീം അതോറിറ്റിയിൽ ഹിയറിങ്ങിന് പോകും. അപ്പൊ ഇവർക്ക് ഈ പഴയ വക്കീലല്ലാണ്ട് പുതിയ വക്കീൽ വരും. അതായത് വെൽഫ്രെഡിന് എതിരെയാണ് ഇവർ കേസ് കളിക്കുന്നത്. ഇവര് ഏബിൾ ആണ് പിള്ളേരെ നോക്കാൻ, ഇവർ ബയോളജിക്കൽ മദറാണ്, ഫാദറാണ്, ഇതൊക്കെ പറയാൻ ഇവർ കേസ് നടത്തുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് ഡാനിയൽ എന്ന് പറഞ്ഞൊരു വക്കീലാണ് ഇവരുടെ സൈഡിൽ വരുന്നത്. എന്നിട്ട് ഈ ഡാനിയൽ ശരിക്കും അവിടെ വളർന്ന ആളാണ്, പക്ഷെ ഹിന്ദി അറിയാം അങ്ങനത്തെ. അപ്പൊ ഈ റാണി മുഖർജി എന്ന് പറയുന്നത് ഈ ടൈമിലൊക്കെ ഭയങ്കര ആക്ടിങ്, ലൈക്ക് എന്നാ പറയുന്നത്, അതായത് ഒരു അമ്മയ്ക്ക് പിള്ളേർ പോയാൽ എങ്ങനെയാണോ അതുപോലെ തന്നെ പുള്ളിക്കാരി ആക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പുള്ളിക്കാരി ആക്ട് ചെയ്ത പേരിടയ്ക്ക് വിട്ടു. പറഞ്ഞ പോലെ ഇവർക്ക് വക്കീൽ വരും, ഡാനിയൽ എന്ന് പറഞ്ഞു. അപ്പൊ ഡാനിയൽ കോർട്ടിൽ പ്രസന്റ് ചെയ്യും ഈ കേസ്. വെൽഫെയർ എന്ന് പറഞ്ഞാല് ഈ സൊസൈറ്റി പിള്ളേരെ എടുത്തുകൊണ്ട് പോയാൽ ഇവർക്ക് ഇയർലി 50 lakhs വെച്ചിട്ട് ഈച്ച് കിഡിന് നോർവേ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി വാദിക്കും.
എന്നിട്ട് ആ ഫോസ്റ്റർ ഹോമിലെ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ പ്രസന്റ് ചെയ്യും. കാരണം ഈ ശുഭ് എന്നും കരയും റാണി മുഖർജിയെ കാണാൻ വേണ്ടി. ആ കൊച്ചിനെ എപ്പോഴും കരയും. അപ്പം അതൊക്കെ പറഞ്ഞിട്ട് ഇവര് പ്രസന്റ് ചെയ്യും. പക്ഷെ അവർക്ക് പ്രൂഫ് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ കേസ് അവിടെ തള്ളിപ്പോവാം. അപ്പം റാണി മുഖർജിക്ക് കിട്ടത്തില്ല. ഇവര് ഒരുമാതിരി മടുത്ത് എന്നിട്ട് തിരിച്ച് റൂമിൽ ചെല്ലുമ്പോൾ ഇതിനിടയ്ക്ക് റാണി മുഖർജി സപ്പോർട്ട് ചെയ്യാൻ പുള്ളിക്കാരുടെ അപ്പനും അമ്മയൊക്കെ വരുന്നുണ്ട് നോർവേക്ക്. പിന്നെ ഒരു 3 months ലേറ്റർ, അതായത് ഇതിന്റെ ഇടയ്ക്കെല്ലാം റാണി മുഖർജി കാണിക്കുന്നുണ്ട് അവളുടെ ഓർമ്മകൾ. അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിള്ളേരില്ല. അവളൊരു ഹൗസ് വൈഫാണ്. അപ്പം ആകെ പിള്ളേരെ നോക്കുക അത്രേ ഉള്ളൂ അവൾക്ക്. അപ്പം പിള്ളേരില്ലാണ്ട് അവൾക്ക് ലൈഫില്ല. അപ്പൊ അങ്ങനെ ജീവിച്ചോണ്ടിരുന്നപ്പോ പിന്നെ പെട്ടെന്ന് ഇവളുടെ ഒരു ഹസ്ബൻഡിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ ഫ്രണ്ടുണ്ട്, നന്ദിനി എന്ന് പറഞ്ഞാൽ. നന്ദിനി ഇവളെ ഒരു അടുത്തേക്ക് കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ബിസിനസ്സാണ്. ഇങ്ങനെ ഇമിഗ്രന്റ് ഫാമിലിയിൽ നിന്ന് പിള്ളേരെ എടുത്തിട്ട് ഫോസ്റ്റർ ഹോമിലാക്കിയാൽ ഇവർക്ക് ലാക്സ് കിട്ടുമല്ലോ. അപ്പം അതിനുവേണ്ടി ഇവർ ചെയ്യുന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഇവൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫോസ്റ്റർ ഹോമില് ഇടിച്ചു കയറി ശുഭിനെയും സുജീനെയും എടുത്തുകൊണ്ട് നോർവേ വിടാൻ പോവുക. അവള് സ്വീഡനിലേക്ക് അങ്ങോട്ട് കിടക്കാൻ പോവാ. പക്ഷെ അത് എയർപോർട്ടിൽ വെച്ചിട്ട് ഇവളെ പിടിക്കും. അപ്പൊ പിന്നെ വീണ്ടും കേസാവും. ഈ കേസ് വീണ്ടും റീഓപ്പൺ ആവും. ലൈക്ക് ഡാനിയൽ വീണ്ടും അപ്പീൽ ചെയ്യേണ്ടി വരും. അതായത് ഇവള് തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതാണ്, കിഡ്നാപ്പ് കേസാവും അത്. എന്നിട്ട് വീണ്ടും അപ്പീൽ ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഇവക്ക് പ്രാന്താണ് അവിടെ എല്ലാവരും പറയുന്നത്. പക്ഷെ ഒരു അമ്മയ്ക്ക് പിള്ളേരെ നഷ്ടപ്പെട്ടപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇമോഷൻസ്. അതാണ് ശരിക്കും ഇവര് പ്രാന്ത, ഇവള് മെന്റലി അൺസ്റ്റേബിൾ ആന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തിട്ട് ഇവക്ക് പിള്ളേരെ കിട്ടുന്നില്ല. അപ്പോ ഇവള് കോർട്ടില് സെഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുമ്പോൾ ന്യൂസിൽ കാണുന്നുണ്ട് നോർവേയിലേക്ക് ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ, ഒരു ലേഡി, അവർ വരുന്നുണ്ട് എന്തോ കൾച്ചറൽ ട്രീറ്റ് ഒപ്പിടാനായിട്ട്. അപ്പൊ ഇവൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അനിരുദ്ധ് അറിയാതെ അവരെ പോയി മീറ്റ് ചെയ്യും. അവരുടെ ഫംഗ്ഷൻ ഇടയിൽ അവരെ പോയി മീറ്റ് ചെയ്തിട്ട് പറയും എന്റെ പിള്ളേരെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ പറയും ഇത് നിങ്ങളുടെ ഫാമിലി മാറ്റർ. അപ്പൊ അവള് പറയില്ല, ഇത് കൾച്ചറൽ മാറ്ററാണ്, ഇന്ത്യൻ കൾച്ചറിനെയാണ് അവർ ചോദ്യം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇന്ത്യ ഗവൺമെന്റ് ഇടപെടും ഇതില്. എന്നിട്ട് ഇവരുടെ പിള്ളേരെ നാട്ടിലേക്ക് അയക്കും എന്ന് പറഞ്ഞാൽ ഇതില് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഇവളുടെ ഹസ്ബൻഡിന്റെ ഫാമിലി, അനിരുദ്ധിന്റെ ഫാമിലി നോർവേയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഡെബിഗാനെ ഇഷ്ടമൊന്നുമല്ല, അതായത് റാണി മുഖർജി ഇഷ്ടമല്ല. അവള് പ്രോപ്പറായിട്ട് പിള്ളേരെ നോക്കാത്തതുകൊണ്ടാണ് പിള്ളേര് നോർവേ ഗവൺമെന്റിന്റെ കയ്യിലായ, അങ്ങനെയൊക്കെ ഒരു സംസാരം. എന്നിട്ട് ഇതില് ഈ അനിരുദ്ധിന് അനിയനുണ്ട്. അവന്റെ പേരിലേക്ക്, അതായത് കുഞ്ഞുങ്ങളെ ഒരിക്കലും റാണി മുഖർജിക്കോ ഹസ്ബൻഡിനോ തിരിച്ചു കൊടുക്കില്ല. കാരണം അവര് ഏബിൾ അല്ല പിള്ളേരെ നോക്കാൻ. അതാണ് നോർവേ ഗവൺമെന്റ് പ്രൂവ് ചെയ്തേക്കുന്നത്. അപ്പം അതിന് ഇവരൊരു ഫോസ്റ്റർ പേരന്റ് ആയിട്ട് മറ്റേ റാണി മുഖർജിയുടെ ഹസ്ബൻഡിന്റെ അനിയൻ വരും. അതായത് അവൻ വരുന്നത് എന്നാന്ന് വെച്ചാല് ഒരു കൊച്ചിന് 50 lakhs പെർ ഇയർ എന്ന് കിട്ടും. അപ്പൊ ഇതിനുവേണ്ടിയാണ് ഇവൻ വരുന്നത്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ല. അപ്പം റാണി മുഖർജി ഇത് സൈൻ ചെയ്ത് കൊടുക്കണം, ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാം ഇവന്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പം റാണി മുഖർജി ജസ്റ്റ് സൈൻ ചെയ്തു. അത് ഹസ്ബൻഡ് പറഞ്ഞു ഇന്ത്യ വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലല്ലേ വരുന്നത്, നിനക്ക് നോക്കാമല്ലോ, ആ ഒരു മൈൻഡിൽ പറഞ്ഞു. ഇവള് സൈൻ ചെയ്ത് കൊടുത്തു. പക്ഷെ ഇതില് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാല് അതിനി വരാൻ പോകുന്ന, അതായത് ഇന്ത്യയിലേക്ക് പിള്ളേര് വന്നു, റാണി മുഖർജിയും അമ്മയച്ഛനൊക്കെ തിരിച്ചുപോയി. പിള്ളേര് വന്ന ദിവസം ഇവള് ഭയങ്കര ഗിഫ്റ്റൊക്കെ ആയിട്ട് ബലൂണൊക്കെ ഉയർപ്പിച്ചിട്ട് പിള്ളേരെ കാണാനായിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ചെല്ലും. പക്ഷെ അവര് കാണിക്കുന്നില്ല. അതായത് ഇവള് സൈൻ ചെയ്ത ഒരു ട്രീറ്റിയിൽ പറയുന്നുണ്ട് ഈ നോർവേ ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ ഇവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതാളഞ്ഞപ്പോഴത്തേക്ക് ഇവള് തകർന്നു. ഞാൻ ഇരുദിനെ വിളിക്കുന്നു, പക്ഷെ അവൻ റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. അവന് മെയിൻ എന്ന് പറഞ്ഞാല് നോർവേ സിറ്റിസൺഷിപ്പ്, അല്ലാതെ ഫാമിലി, ഭാര്യ, മക്കള്, അങ്ങനെ ഒരു മൈൻഡൊന്നുമില്ല. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഇവളെന്നും ചെല്ലും, പ്രശ്നമാവും, ഹസ്ബൻഡിന്റെ വീട്ടിലെ പിള്ളേരെ കാണാം, അവര് കാണിക്കൂല. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് 2 years ലേറ്ററാ. അതായത് സെപ്പറേഷൻ, ഈ പിള്ളേര് ഇവളുടെ അടുത്തുനിന്ന് മാറി നിന്നിട്ട് 2 years കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. ഇന്ത്യൻ കോർട്ട്, അവിടെ ഇവള് വീണ്ടും കേസുമായിട്ട് പോവുക. അതായത് പിള്ളേരെ തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇവക്ക് വേണ്ടി അന്ന് നോർവേയിൽ സംസാരിച്ച ഡാനിയലില്ലേ, അയാള് ഇവൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നോർവേക്ക് വേണ്ടി സംസാരിക്കാൻ വരും. റാണി മുഖർജിക്ക് ഒരു ലേഡി വക്കീലും വരും. എന്നിട്ട് ഇവര് തമ്മില് പിന്നെ കോർട്ട് സീനൊക്കെ അടിപൊളിയാട്ടോ. അതിൽ റാണി മുഖർജി ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരു അമ്മ എങ്ങനെയാണോ അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ വന്നൊരു സീന. അപ്പൊ അങ്ങനെ എന്നിട്ട് ഇവര് ലാസ്റ്റ് അങ്ങനെ കോർട്ട് സെക്ഷൻ 3 ദിവസം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഏറെക്കുറെ ജഡ്ജിക്കെല്ലാം മനസ്സിലാവും റാണി മുഖർജി പാവമാണ്, ഇത്
നോർവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതാണ് എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ ജഡ്ജി പറയും എന്റെ ചേംബറിലേക്ക് പിള്ളേരെ കൊണ്ടുവരാൻ പറയും. അപ്പൊ ഇതില് ഈ വാദത്തിലെല്ലാം പറഞ്ഞിരുന്നത് ഈ ശുഭ് മൂത്ത വെച്ച് അവൻ ഈ അമ്മേനെ കാണുമ്പോൾ കരയുക, അവന് പേടിയ, അതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത്. പക്ഷെ കോർട്ടിലേക്ക് ജഡ്ജിന്റെ അടുത്ത് വരുമ്പോഴേ പിള്ളേര് ജഡ്ജിനെ ഒന്നും നോക്കില്ല. 5 മാസമുള്ള പെങ്കൊച്ചൊക്കെ വലുതാവുക. അപ്പൊ ഇവർ ഓടി അമ്മയുടെ അടുത്തോട്ടായി. അപ്പൊ കോടതി എമ്പതിയുടെ ബേസിൽ ഈ കേസ് റാണി മുഖർജി എമ്പതിയുടെ ബേസിൽ ഈ കേസ് റാണി മുഖർജിക്ക് അനുകൂലമാക്കി വെക്കും. അതായത് മക്കളെ അവളുടെ കൂടെ വിടും. ഇതാണ് മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേയുടെ കഥ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പിന്നെ ഇത് ഒറിജിനൽ ആയിട്ട് ഒരു ലേഡി എടുത്ത കാര്യം കേട്ടോ നോർവേയില്. അപ്പോ ഒരു ഇന്ത്യൻ ലേഡി അവർക്കിത് സംഭവിച്ചത്. അതും കൂടെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവും. അവർക്ക് ശരിക്കും ആക്ച്വലി 3 years എടുത്തു അവരുടെ പിള്ളേരെ തിരിച്ചു കിട്ടാനായിട്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നൈസ് മൂവി.